ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ പെപ്കോ പ്ലാന്റ്. പെപ്കോ പ്ലാന്റിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പിടി കുറ്റിക്കുരുമുളകിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നമുക്ക് നോക്കാമല്ലേ എന്തൊക്കെയാണ് ഈ ബുഷ് പെപ്പറിൻ്റെ വിശേഷങ്ങളെന്ന്. വയനാട്ടിലെ മുട്ടിൽ ഗ്രാമത്തിലെ വാര്യാടുകുന്ന് എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ പെപ്പർ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ജൈവ കർഷകനായ എൻ്റെ ഉപ്പ മുഹമ്മദ് അലിയുടെ കേവലം 14 സെന്റ് പുരയിടത്തിൽ പെപ്പർ കേളുബ്രീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത 80 ചോട് കുരുമുളക് ചെടികളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ചെടികളിൽ നിന്നെല്ലാം ഏകദേശം 2.5 കിൻഡലോളം കുരുമുളകുകളാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഒരേ ടൈപ്പിലുള്ള കുറ്റി കുരുമുളകുകളാണെന്ന്. എന്നാലല്ല, ഇവയെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ബുഷ് പെപ്പർ പ്ലാന്റ്സ് ആണ്. ഏകദേശം 300-ൽ പരം കുരുമുളക് ഇനങ്ങളും 20-ൽ പരം കാപ്പി ഇനങ്ങളും സ്വന്തമായി വികസിപ്പിച്ച എൻ്റെ ഉപ്പ കൃഷിയിൽ നൂതന രീതികൾ ആവിഷ്കരിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രാഫ്റ്റിംഗ് എന്ന കൃഷി സാങ്കേതികത്വത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ മികച്ച ഉൽപാദനം നേടുന്നത്. കുറഞ്ഞ സ്ഥലത്തെ കൃഷിയിൽ നിന്നും കുറഞ്ഞ ചിലവിൽ മികച്ച വിളവും വരുമാനവും നേടുക എന്നതാണ് ഇത്തരം കൃഷി രീതിയിലൂടെ എൻ്റെ ഉപ്പ ലക്ഷ്യമിടുന്നത്. സാധാരണയായി നാം കണ്ടുവരുന്ന വള്ളിക്കുരുമുളകിൽ നിന്നും കുറ്റിക്കുരുമുളകിനെ വ്യത്യസ്തമാക്കുന്നത് 365 ദിവസവും അതിൽ നിന്നും കായ്ഫലം ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. പാർശ്വശിഖരങ്ങളിൽ വേര് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 365 ദിവസവും അതിൽ തിരിയും കായും ഉണ്ടായിരിക്കും. ഗ്രാഫ്റ്റ് ചെയ്ത ബുഷ് പെപ്പർ പ്ലാന്റ്സ് 3 മാസം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങുന്നതാണ്. ബുഷ് പെപ്പർ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത്. കാട്ടുതിപ്പല്ലി അഥവാ പെപ്പർ കേളുബ്രീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വഴി കുരുമുളകിനെ ബാധിക്കുന്ന ദ്രുതവാട്ടം, തണ്ടുചീച്ചിൽ തുടങ്ങിയവ ഇതിനെ ബാധിക്കുകയില്ല. ബുഷ് പെപ്പർ പ്ലാന്റ്സുകളെല്ലാം തന്നെ കണ്ടൽ സ്വഭാവമുള്ള ചെടികളാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വെള്ളം കൂടിക്കഴിഞ്ഞാലും തണ്ടുകൾ ചീഞ്ഞു പോകാറില്ല. ബുഷ് പെപ്പർ പ്ലാന്റ്സുകൾ നമുക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും മണ്ണിലും നടാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് മണ്ണിൽ നടുമ്പോഴാണ്. പുളിപ്പിച്ച മിശ്രിതങ്ങളും ജൈവവളങ്ങളും ഉപയോഗിക്കുന്നത് വഴി കുരുമുളകിൻ്റെ ഉൽപാദനക്ഷമതയും ആരോഗ്യവും വർദ്ധിക്കുമെന്നതാണ് ഈ രീതിയിലുള്ള കൃഷിയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുറ്റത്തിനൊരു അഴകും ആദായവുമായ പെപ്പർ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.